ഇന്ന് നമ്മൾ ഒരുപാട് റിലീഫ് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലും അർഹിക്കുന്ന ചില ആളുകൾ ആരാലും സഹായിക്കപ്പെടാതെ വീട്ടിൽ കിടന്ന് വേദനിക്കുന്നുണ്ട്. 10-20 കൊല്ലമായി അരയ്ക്കു കീഴേ മുഴുവനായി തളർന്നു കിടക്കുന്നവർ, അവർക്ക് വേണ്ടി സഹായം എത്തിക്കാൻ നല്ല ആൺമക്കളില്ല. ഭാര്യയ്ക്ക് ഇയാളുടെ സേവനത്തിലാണ്. എനിക്ക് നേരിട്ടു തന്നെ അറിയുന്ന കുറെ ആളുകളുണ്ട്, ചിലരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും അവർക്ക് അർഹമായ സഹായങ്ങൾ കിട്ടുന്നില്ല. കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ അന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ 12 വർഷമായി കിടക്കയിൽ കിടക്കുന്നൊരു സഹോദരൻ, ഇന്നും അദ്ദേഹം ആ കിടക്കയിലാണ്. വേണ്ടത്ര സഹായികളില്ല, അരയ്ക്കു കീഴേ മുഴുവനും തളർന്നു കിടക്കുന്നു. ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. തലയിൽ ചരക്ക് വെച്ചുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് സ്ലിപ്പായി സുഷുമ്നാ നാഡിക്ക് തകരാറ് പറ്റിപ്പോയതാണ്. ആ ചെറുപ്പക്കാരൻ അവിടെ കിടക്കുന്നു. അല്ലാഹുവേ, ഇത്രയും കൊല്ലമായി പൂർണ്ണമായും തളർന്നു കിടക്കുന്നു. ആശ്രിതരില്ല, കല്ലുകൊണ്ട് കെട്ടിയ വീട് സിമന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, ഭക്ഷണത്തിനുള്ള വരുമാന മാർഗങ്ങളില്ല, കുടുംബം പോറ്റാനുള്ള സോഴ്സുകളില്ല. ആ സഹോദരൻ അപ്പോഴും അവിടെ കിടന്ന് അള്ളാഹുവിനോട് ദിക്റ് ചൊല്ലുകയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തോന്നി, നമുക്ക് ഈമാൻ എത്രയോ കുറവാണ്, ഇയാൾക്ക് ഈമാൻ എത്രയോ കൂടുതലാണ്. കാരണം ഈ പരീക്ഷണത്തിന്റെ 12 വർഷം കിടന്നിട്ടും അദ്ദേഹം അള്ളാഹുവിൽ നിരാശപ്പെട്ടിട്ടില്ല. നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അള്ളാഹു ശിഫയാക്കി കൊടുത്ത് ആ കുടുംബത്തെ റാഹത്തിലാക്കുമാറാകട്ടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഇന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത ആരാണ്? അപ്പോൾ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. അതാ വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിപ്പറയുന്ന 40 കാര്യങ്ങൾ. അതിനെല്ലാമുള്ള സമ്മാനം സ്വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിപ്പറയുന്ന 40 കാര്യങ്ങൾ, അതിന് മുഴുവനുമുള്ള സമ്മാനം സ്വർഗമാണ്. ആ ലിസ്റ്റ് അങ്ങ് വായിച്ചു പോകാനേ നേരമുള്ളൂ. അൽ ഹജ്ജുൽ മബ്റൂർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാഹ്. അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന വിധത്തിൽ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അതിനുള്ള പ്രതിഫലം സ്വർഗം മാത്രമാണ്, വേറെ ഒന്നുമില്ല. പക്ഷേ ഹജ്ജ് മബ്റൂറായിരിക്കണം, അഥവാ അള്ളാഹുവിന്റെ പ്രീതിയും സ്വീകാര്യതയും ലഭിക്കുന്ന ഹജ്ജായിരിക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കസറത്തു സിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നാളെ പരലോകത്ത് വെച്ച് വിളിക്കുന്നതാണ്, ഐന സ്വായിമൂൻ, നോമ്പുകാരെവിടെ? അവർക്ക് അതാ പരിശുദ്ധമായ സ്വർഗത്തിൽ നോമ്പുകാർക്കൊരു കവാടം വെച്ചിട്ടുണ്ട്. ഇസ്മുഹുർ റയ്യാൻ. റയ്യാൻ എന്ന കവാടം നോമ്പുകാർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി സ്വർഗം കിട്ടാനുള്ള 3ാമത്തെ പണി എന്താണ്? പരിശുദ്ധരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, 3ാമത്തേത് അസ്സലാത്തു അലാ മവാഖീതിഹാ, സമയാസമയങ്ങളിലുള്ള നിസ്കാരമാണ്. അഥവാ അയ്യുൽ അമാലി അഖറബു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും നല്ല കർമ്മം ഏതാണ് നബിയേ? അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അസ്സലാത്തു അലാ മവാഖീതിഹാ, നിസ്കാരം അതിന്റെ കൃത്യസമയത്തു തന്നെ നിർവഹിക്കലാണ്, ഖളാക്കാതെ ആദ്യ സമയത്തു തന്നെ നിർവഹിക്കലാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വീട്. പിന്നൊരിക്കൽ ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ, ആ പിന്നീടുള്ള കർമ്മം ഏതാണ് സ്വർഗത്തിലേക്ക് എത്താൻ? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യലാണ്. മാതാപിതാക്കളോട് നല്ല നിലയിലുള്ള സഹവർത്തിത്വമാണ്, സ്നേഹ ബഹുമാനങ്ങളോടെയുള്ള പെരുമാറ്റ ജീവിതമാണ് സ്വർഗം ലഭിക്കാനുള്ള മറ്റൊരു മാർഗം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, അഥവാ 100ൽ നിന്ന് 1 കുറവുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഹൃദിസ്ഥമാക്കിയാൽ സ്വർഗത്തിൽ കടന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന, അത് മനഃപ്പാഠമാക്കിയാൽ, അനുസൃതമായ ആത്മീയ വിചാരമുണ്ടായാൽ അല്ലാഹു തആല നമുക്ക് സ്വർഗം നൽകുന്നതാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ധർമ്മസമരം.
ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി വ്യവസ്ഥിതികളോടെ ആവശ്യമായ നിബന്ധനകൾ പാലിച്ച് ഇസ്ലാമിക സംസ്കൃതിയുടെ ചിട്ടകളും വട്ടങ്ങളും ഒക്കെ പാലിച്ചുള്ള ജിഹാദ് അത് നിർവഹിച്ചാൽ സ്വർഗപ്രാപ്തിക്കുള്ള അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ നിവേദനം, ഇമാം അഹ്മദും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരാളൊരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു മരത്തിന്റെ ചില്ല ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നു. ഒരു മരത്തിന്റെ ചില്ല ഇങ്ങനെ ചാഞ്ഞു കിടക്കുക. നോക്കിയപ്പോഴോ ഇതുവഴി നടന്നു പോകുന്ന ആളുകൾക്ക് ഇത് പ്രയാസമാകും, ഇതുവഴി നടന്നു പോകുന്ന ആളുകൾക്ക് പ്രയാസമാകുമെന്ന് കണ്ടുകൊണ്ട് അയാൾ ആ കൊമ്പെടുത്തു മാറ്റി, അല്ലെങ്കിൽ കൊമ്പ് മുറിച്ചു മാറ്റി, അല്ലെങ്കിൽ വഴിയിലെ തടസ്സം നീക്കി. ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, മാർഗതടസ്സം നീക്കുന്ന ആളുകൾ. അള്ളാന്റെ ഹബീബ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ അത് നീക്കുക വഴി ഫഅദ്ഖലൽ ജന്ന, അല്ലാഹു തആല അയാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി മാർഗതടസ്സം നീക്കൽ, മാതാപിതാക്കളെ ആദരിക്കൽ, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കൽ, സ്വീകാര്യയോഗ്യമായ ഹജ്ജ് നിർവഹിക്കൽ, അങ്ങനെ തുടങ്ങിയുള്ള സൽക്കർമ്മങ്ങളെല്ലാം നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കും. ഒരാൾ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ മരണപ്പെട്ടുപോയി. ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കൂട്ടുകാരനാകട്ടെ, ആത്മമിത്രമാകട്ടെ, സ്വഫിയ്യായ ഒരാൾ മരണപ്പെട്ടു പോയാൽ അതിന്മേൽ അള്ളാഹുവിൽ ക്ഷമിച്ചു. എന്റെ എല്ലാമായിരുന്ന ആൾ മരിച്ചുപോയി, അള്ളാഹുവെ ഞാൻ നിന്റെ മാർഗത്തിൽ ക്ഷമിക്കുന്നു. അങ്ങനെ ക്ഷമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകുന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകുന്നത് ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊന്നും നൽകുകയില്ല. സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അബൂ ദാവൂദിന്റെ റിപ്പോർട്ടിൽ കാണാവുന്നതാണ്. സഈദ് ബിൻ അബ്ദുറഹ്മാൻ എന്നവർ നിവേദനം ചെയ്യുന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, 3 പെൺകുട്ടികളെ ഒരാൾ നന്നായി പരിചരിച്ച് പഠിപ്പിച്ച്, 3 പെൺമക്കളെ ഒരാൾ നന്നായി പരിചരിച്ച് പഠിപ്പിച്ച്, ഫഅദ്ദബഹുന്ന വസവ്വജഹുന്ന വഅഹ്സന ഇലൈഹിന്ന ഫലഹുൽ ജന്ന. ഒരാൾ അയാളുടെ 3 പെൺമക്കൾക്ക് നല്ല ആത്മീയമായ ജ്ഞാനം നൽകി, ഇസ്ലാമിക ചിട്ടയിൽ അവരെ വളർത്തി. കാണുന്ന പരിഷ്കാരത്തിനെല്ലാം ജീൻസും പാൻസും ഇട്ട് ആടാനും പാടാനും വിട്ടതല്ല, അതല്ല മക്കളോടുള്ള നന്മ. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഗരിമയിൽ നിൽക്കാൻ ആവശ്യമായത് നൽകിയതല്ല, അവരെ ഇസ്ലാമിന്റെ ചിട്ടകൾ മുഴുവനും പഠിപ്പിച്ചു. ഫഅഹ്സന ഇലൈഹിന്ന, അവരോട് നന്മയിൽ പ്രവർത്തിച്ചു. വസവ്വജഹുന്ന, അവരെ നല്ല നിലയിൽ വിവാഹം ചെയ്തയച്ചാൽ ഫലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗമാണ്. ഇന്ന് പെൺകുട്ടികളോട് വിരോധമുള്ള ഒരു തലമുറയുടെ മുമ്പിൽ, ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വളരെ വ്യാപകമായി പാരായണം ചെയ്യേണ്ട ഒരു ഹദീസാണിത്. പെൺകുട്ടി ജനിച്ചെന്നറിഞ്ഞാൽ 6-ാം നൂറ്റാണ്ടുകാര് തല കുനിക്കുകയുള്ളൂ, ഈ നൂറ്റാണ്ടുകാര് തല കൊയ്യുക ചെയ്യണം. 6-ാം നൂറ്റാണ്ടിലെ ആളുകൾ ഒരു പെൺകുട്ടി ജനിച്ചെന്നറിഞ്ഞാൽ തലയും കുനിച്ചാ നടക്കുക. കാരണം ഞാനൊരു പെണ്ണിന്റെ തന്തയായിപ്പോയല്ലോ. അന്നങ്ങനെയാണ്. ഇന്നങ്ങനെയല്ല. പെണ്ണാണ് ജനിച്ചതെന്നറിഞ്ഞാൽ ചിലപ്പോ അവന്റെ തലയും വെട്ടും, പെണ്ണിന്റെ തലയും വെട്ടും, കുട്ടിയുടെ തലയും വെട്ടും, സർവത്ര തലയും വെട്ടും. ഈ ഒരു യുഗത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണിനെയല്ല 3 പെൺമക്കളെ നന്നായി പരിചരിച്ച് അവർക്കാവശ്യമായ വിജ്ഞാനം നൽകി, അവർക്കാവശ്യമായ ചിട്ടയും മര്യാദയും ഒക്കെ പഠിപ്പിച്ച് സമയത്ത് വിവാഹം ചെയ്തയച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഫലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നീട് സ്വർഗം കിട്ടുന്ന മറ്റൊരു കർമ്മം, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ അള്ളാഹുവിന് വേണ്ടി പള്ളി പണിതാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ അയാൾക്ക് വീട് നൽകുന്നതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ മാത്തത് ഇംറഅത്തുൻ വ സൗജുഹാ റാദിൻ അൻഹാ ദഖലത്തിൽ ജന്ന. ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയി, അല്ല ഒരു ഭാര്യ മരണപ്പെട്ടു പോയി, ഭർത്താവ് തൃപ്തനാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയുമായി നല്ല തൃപ്തിയിലുള്ള സമയത്ത് ഭർത്താവ് നല്ല പൊരുത്തത്തിലാണ്, സന്തോഷത്തിലാണ്. ഒരു ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവിൽ നിന്ന് പൊരുത്തമുള്ളവളായി മരിച്ചാൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഓഫർ ചെയ്യുന്നത് സാമൂഹിക ജീവിതത്തിലെ മേന്മയിൽ, വ്യക്തി ജീവിതത്തിലെ മേന്മയിൽ, കുടുംബ ജീവിതത്തിലെ മേന്മയിൽ, ആത്മജീവിതത്തിലെ മേന്മയിൽ. കുടുംബത്തിൽ മക്കളെ നന്നായി പരിചരിക്കുമ്പോ നിങ്ങൾക്ക് സമ്മാനം സ്വർഗമാണ്. ഭാര്യയുമായി നല്ലതുപോലെ വർത്തിച്ചാൽ സമ്മാനം സ്വർഗമാണ്. ഭർത്താവുമായി നല്ല രീതിയിൽ പെരുമാറിയാൽ സമ്മാനം സ്വർഗമാണ്. എത്ര മനോഹരമായ മതം! കാട്ടിൽ പോയി തപസ്സിരുന്നാൽ മാത്രം കിട്ടുന്നതാണെന്നല്ല ഇസ്ലാമിന്റെ രീതി. സാമൂഹിക ജീവിതത്തിന്റെ ഇടവേളകളിൽ ആവശ്യമായ നിബന്ധനകളും നിയമങ്ങളും പാലിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്വർഗം. ഇതാണ് ഇസ്ലാം. അപ്പോൾ സമീപകാലത്തൊരു ചെറുപ്പക്കാരിയായ സഹോദരി മരണപ്പെട്ടു പോയി. ആ വീട്ടിലേക്ക് ഞാൻ സന്ദർശനത്തിന് ചെന്നപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വാപ്പയുടെ മടിയിൽ വന്നിരുന്ന് നിലവിളിക്കുന്നു, ഉമ്മയെ കാണിച്ചു തരണം. നിസ്സഹായനായ വാപ്പ എന്നോട് പറഞ്ഞു, എന്തു ചെയ്യാനാണ് ഉസ്താദേ? ഇവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സാധാരണ ഉമ്മയ്ക്ക് സലാം പറഞ്ഞു വരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഉമ്മയെ കാണുന്നില്ല, അവൻ പ്രയാസത്തിലാണ്. ഇവന്റെ ഉമ്മയുടെ ജനാസ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ മരിച്ചു കിടക്കുകയാണെന്ന് ഈ കുട്ടിക്കറിയില്ല. സാധാരണ സ്കൂളിൽ നിന്ന് വന്ന് സലാം പറഞ്ഞിട്ട് കൈ കൊടുക്കാൻ തോന്നുന്നത് പോലെ ഈ ഉമ്മ മരണപ്പെട്ട് കിടന്നപ്പം 6 വയസ്സുള്ള 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് കൈ കൊടുക്കാൻ നോക്കുക. എങ്ങനെയാണ് എനിക്ക് സഹിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുന്നതിനിടയിൽ പറഞ്ഞു, ഉസ്താദ്, എന്റെ ഇത്രയും കാലത്തെ കുടുംബജീവിതത്തിനിടയിൽ എനിക്കിഷ്ടമില്ലാത്തതൊന്നും എന്റെ ഭാര്യ ചെയ്തിട്ടില്ല. എനിക്ക് പൊരുത്തമില്ലാത്തതൊന്നും എന്റെ ഭാര്യ ചെയ്തിട്ടില്ല. എന്നോട് ചോദിക്കാതെ ഒരിടപാടും അവൾ നടത്തിയിട്ടില്ല. ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. രോഗിണിയായി കിടക്കയിൽ കിടക്കുമ്പോ കയ്യിൽ കിടന്ന ഒരു ആഭരണം ഒരു ദീനീ സ്ഥാപനത്തിന് സംഭാവനയായി നിയത്താക്കി അതെന്നോട് ചോദിക്കാതെയാണ് ചെയ്തത്. അവസാന നിമിഷങ്ങളിൽ എന്നോട് ഹോസ്പിറ്റലിൽ കിടന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു പോയി, പൊരുത്തപ്പെടണം. ഞാൻ ചോദിച്ചു, എന്താണ്? എന്റെ ഈ രോഗം മാറാൻ, എനിക്ക് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാൻ ഞാൻ എന്റെ ഈ കയ്യിൽ കിടക്കുന്ന വള ഒരു ദീനീ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്തു. അത് നിങ്ങൾക്ക് പൊരുത്തമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, 1000 വട്ടം പൊരുത്തമാണ്. അപ്പൊ ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയ ഭാര്യയുടെ മേന്മ പറയുകയാണ്, ഇത്രയും കാലമുള്ള ഞങ്ങളുടെ കുടുംബജീവിതത്തിനിടയിൽ ഒരു പ്രയാസങ്ങളും അവൾ നൽകിയിട്ടില്ല. അതിങ്ങനെ കേൾക്കുമ്പോ എത്ര സ്വസ്ഥമായ ഒരു കുടുംബജീവിതം, എത്ര സന്തോഷകരമായ അഭിപ്രായങ്ങൾ. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ അടുക്കൽ അങ്ങനെയാണോ? പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആയിരിക്കുമോ? എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ മാതത് ഇംറഅത്തുൻ വസൗജുഹാ റാളിൻ അൻഹാ. ഒരു പെണ്ണ് മരിച്ചു, ഭർത്താവ് തൃപ്തനാണ് അവളിൽ, എന്നാൽ അവൾ സ്വർഗത്തിലാണ്. അപ്പൊ ഭർത്താക്കന്മാര് വിചാരിക്കേണ്ട, മേൽക്കോയ്മ ഞങ്ങളുടെ കയ്യിലാണ്, ഇനി പൊരുത്തം കൊടുത്തില്ല അവൾ നരകത്തിലായിക്കോട്ടെ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും. നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. ഭാര്യമാരോട് നല്ലവരല്ലെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ നല്ലവരല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭാര്യയെ കയറി വന്ന് തല്ലുക, തെറി വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കൊണ്ട് കലാപം സൃഷ്ടിക്കുക, അതൊരു ഭർത്താവിൽ നിന്നും ഉണ്ടാകേണ്ടതല്ല. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ നിങ്ങൾ നല്ലവരാകണമെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല സമീപനമുള്ളവരാകണം, ഭർത്താക്കന്മാരുടെ പൊരുത്തമുള്ള ഭാര്യമാരാകണം, ക്ഷേമകരമായ കുടുംബജീവിതങ്ങൾ ഉണ്ടാകണം. അത് നിങ്ങൾക്ക് ഇവിടെ സ്വർഗമാണ്, നാളെയും സ്വർഗം നൽകുന്നതാണ്. الرضا بالله ربا وبمحمد صلى الله عليه وسلم رسولا وبالإسلام دينا. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, من قال رضيت بالله ربا وبالإسلام دينا. ആരെങ്കിലും ഒരാൾ പറഞ്ഞു, റളീതു ബില്ലാഹി റബ്ബാ, ഞാൻ അല്ലാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീനൻ, അല്ലാഹുവിന്റെ ഇസ്ലാമിനെ ഞാൻ ദീനായി പൊരുത്തപ്പെട്ടിരിക്കുന്നു, വേറെ ആദർശം എനിക്ക് വേണ്ട, വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി പ്രവാചകരായി ഞാൻ പൊരുത്തപ്പെട്ടു എന്നൊരാൾ പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്. അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്. ആ ദിക്ർ പതിവാക്കാനാണ് നമ്മൾ ഹദ്ദാദ് ഓതുന്നത്. റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. ആ ദിക്ർ വളരെ പുണ്യമുള്ള ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നൽകുന്ന ദിക്റാണ്, ശ്രേഷ്ഠമായ കൂലി നൽകുന്ന ദിക്റാണ്. കാഫിറുൽ യതീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന വകാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും നാളെ സ്വർഗ്ഗത്തിൽ സമീപത്തരാണ്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അനാഥയുടെ സംരക്ഷണം, ക്ഷേമകരമായ കുടുംബജീവിതം, അള്ളാഹുവിനുള്ള തൃപ്തി, ഹബീബിനോടുള്ള സ്നേഹം, പരിശുദ്ധമായ ദീനിനോടുള്ള പ്രതിബദ്ധത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസ് കാണാം, ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് ഹദ്ദസനി അബീ അൻ ജദ്ദി അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുകയാണ്, അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ, കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ കടക്കുന്നത് ഏത് പ്രവൃത്തിയിലൂടെയാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖി, അള്ളാഹുവിനുള്ള തഖ്വയും നല്ല സ്വഭാവവുമാണ്. നല്ല സ്വഭാവമുള്ള ആളുകളായി മാറണം. ആരെങ്കിലുമൊക്കെ കണ്ടാൽ മുഖങ്ങനെ വലിച്ചു കെട്ടി നടക്കുന്ന സ്വഭാവമാകാൻ പാടില്ല. എല്ലാവരോടും ക്ലോസ് ആകുന്ന നല്ല ഹുസ്നുൽ ഖുലുഖ് ഉണ്ടാകണം, നല്ല സ്വഭാവം വേണം. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓ ഹബീബേ, അവിടുന്ന് ഉദാത്തമായ സ്വഭാവത്തിന്റെ നേതാവാണല്ലോ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണ്, വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഠിന സ്വഭാവക്കാരനായിരുന്നെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെ ആളുകൾ മുഴുവനും ഹബീബിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമായിരുന്നു. ഫല്ലൻ ഗലീലൻ ലം യകുൻ ബല്ലൈന ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിനോട് നല്ല സ്വഭാവം വേണം, മക്കളോട് നല്ല സ്വഭാവം വേണം, അയൽവാസിയോട് നല്ല സ്വഭാവം വേണം, സഹകാരികളോട് നല്ല സ്വഭാവം വേണം. ആ സൽ സ്വഭാവിയായി ജീവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗപ്രാപ്തരായ ആളുകളിൽ നല്ല സ്വഭാവമുള്ള ആളുകളാണ് മുന്നിലുള്ളത്, തഖ്വയുടെ ആളുകളാണ് മുന്നിലുള്ളത്. അവർ അല്ലാഹുവിലേക്ക് ചേരുന്നവരാണ്. അപ്പൊ സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഒരു ഗുണമാണ്, അല്ലാഹു നൽകുന്ന ഭാഗ്യമാണ്. അതുകൊണ്ട് നാം ജനങ്ങളോട് അവരെന്തിനു വന്നാലും നല്ല രീതിയിൽ പെരുമാറണേ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായി വന്നവരോട് സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, ഞങ്ങളങ്ങ് കൈകാര്യം ചെയ്തേക്കാം. ഹബീബ് പറഞ്ഞു, വേണ്ട, ഞാൻ അവരെ ഒന്ന് പെരുമാറി നോക്കട്ടെ. ഹബീബിന്റെ പെരുമാറ്റം വാളുകൊണ്ടല്ല, പരിച കൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, ആയുധം കൊണ്ടല്ല. അതാ വരുന്നു സൈദുനിൽ ഖൈൽ. പോക്കിരിയായ സൈദായിരുന്നു അന്ന്. അന്നത്തെ പ്രഭാകരനായിരുന്നു, അന്നത്തെ വീരപ്പനായിരുന്നു. ആദ്യകാലത്ത് ഹബീബിനെ കൊല്ലാൻ വരികയാണ്. ബിലാൽ തങ്ങൾ പറഞ്ഞു, അല്ലയോ ഹബീബേ, സൈദുനിൽ ഖൈൽ വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ അയാളെ അങ്ങ് ശരിപ്പെടുത്തട്ടെ നബിയെ? വേണ്ട വേണ്ട. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, വാളും കൊണ്ടാണെങ്കിലും ആയുധം കൊണ്ടാണെങ്കിലും സെയ്ദിങ് വന്നോട്ടെ. അള്ളാന്റെ ഹബീബ് എഴുന്നേറ്റു നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അന്ത സൈദുനിൽ ഖൈർ, അന്ത സൈദുനിൽ ഖൈർ, അന്ത സൈദുനിൽ ഖൈർ. അയാളെ അറിയപ്പെട്ടിരുന്നത് കുതിരസവാരിക്കാരനായ സൈദുനിൽ ഖൈൽ. കാരണം അത് അത്രയും നല്ല സവാരിക്കാരനാ, അത്രയും നല്ല പോക്കിരികളുടെ നേതാവായിരുന്നു. നാടുവാഴി. ഞാനിവിടെ കാട്ടുവാഴിയായപ്പോ വേറൊരു നാട്ടുവാഴിയായ പ്രവാചകനോ എന്ന് ചോദിച്ചിട്ട് ചോദ്യം ചെയ്യാമെന്ന ആളാ, ഇല്ലായ്മ ചെയ്യാമെന്ന ആളാ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു നിന്നു.
എന്നിട്ട് പറഞ്ഞു അൻത സയ്യിദുൽ ഖൈർ, നീ ഒരുപാട് നന്മയുള്ളൊരു മനുഷ്യനാണ്. അള്ളാന്റെ ഹബീബ് പറയാ. അയാൾ ആലോചിക്ക, ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ടാ വന്നേ, ഈ പ്രവാചകൻ എന്താ പറയുന്നത് നന്മയുടെ ആളാണ് ഞാനെന്ന്. ഇതുവരെ ഒരൊറ്റ മനുഷ്യനും പറഞ്ഞിട്ടില്ല ഞാൻ നന്മയുടെ ആളാണ്. അള്ളാന്റെ റസൂല് വെറുതെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്കായിരുന്നില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ ഉടനെ കൊടുത്തു. നീ നല്ല ധൈര്യമുള്ള ആളാണ്, ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച ചെയ്യാൻ തന്റെ ഇടമുള്ള ആളാണ്. അപ്പൊ അയാളിലുള്ള 2-3 ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കണ്ടിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു. എല്ലാ മനുഷ്യരിലും ഗുണമുണ്ടാവും, എല്ലാ മനുഷ്യരിലും ഗുണമുണ്ടാകും. നമ്മൾ ആ ഗുണത്തിലേക്ക് നോക്കിയിട്ടാണ് സമീപിക്കേണ്ടത്. എല്ലാവരും, ഒരാൾ കുടിയനാണ്, പിടിയനാണ്, തെമ്മാടിയാണ്, തോന്നിവാസിയാണ്, വ്യഭിചാരിയാണ്, എല്ലാമാണ്. എന്നാലും അയാളിലുണ്ടാകും 1-2 നല്ല നല്ല ഗുണങ്ങൾ. ചിലപ്പോ അയാൾ അങ്ങനെയൊക്കെ ആയാലും ഒരു റോഡ് ആക്സിഡന്റ് ആയാൽ അയാൾ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വളരെ ആക്റ്റീവായിരിക്കും, ഒരു സേവകനായിരിക്കും. അല്ലെങ്കിൽ സാധാരണ ഒരു വീട്ടിൽ കല്യാണമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എല്ലാം സംഘടിപ്പിക്കാനും വിളമ്പാനും നടത്താനും ഒക്കെ ഉള്ള ആക്റ്റീവായിരിക്കും. വൈകുന്നേരം പോയി വെള്ളം അടിച്ചാലും. അപ്പോൾ ഒരാളിൽ എല്ലാ മനുഷ്യരിലും ഗുണങ്ങൾ ഉണ്ടാകും, എല്ലാ മനുഷ്യരിലും തിന്മകളും ഉണ്ടാകും. 110% നന്മയുള്ളത് പ്രവാചകന്മാരല്ലേ ഉള്ളൂ, മഹാന്മാരായ ഇമാമുകളല്ലേ ഉള്ളൂ. നമ്മളിൽ എല്ലാവരിലും മോശത്തരമുണ്ട്, നന്മയുമുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മനുഷ്യനിൽ 98 നന്മകളും 2 തിന്മയുണ്ടെങ്കിൽ നമ്മൾ തിന്മയെ കാണൂ. അതാണ് നമ്മുടെ പ്രശ്നം. പ്രവാചകന്മാരങ്ങനെയല്ല. ഒരു മനുഷ്യനിൽ 99 തിന്മയും 1 നന്മയുമാണെങ്കിൽ ആ നന്മ കാണുന്നവരാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബദ്ധവിരോധികളാ തലയെടുക്കാൻ നടക്കുക അബൂജഹലും ഉമർ ബിൻ ഖത്താബ് തങ്ങളും. 2 ധീരന്മാരാ. അള്ളാഹുവിന്റെ റസൂൽ ദുആയിരുന്നോ, പടച്ചോനെ ഈ അബൂജഹലിനെയും ഈ ഉമർ ബിൻ ഖത്താബിനെ അങ്ങ് നശിപ്പിച്ചേക്ക് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ദുആയിരുന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് ദുആയിരുന്ന എന്താ? അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ. അല്ലാഹുവേ, ഈ ചങ്ങാതിമാര് ഇസ്ലാമിനെതിരാണെങ്കിലും കുറച്ച് ഗുണങ്ങളുള്ള ആളാ. കാരണം എന്താ? തന്റേടുള്ള നേതാക്കന്മാരാ, തന്റേടുള്ള നേതാക്കന്മാരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നു, പടച്ചവനെ അതിൽ നിന്ന് ഒരാളെ എനിക്ക് തരണം ഈ ഇസ്ലാം ശക്തിപ്പെടുത്താൻ. ബിഹബ്ബിൽ അബ്ദൈൻ ഇലൈക്, അല്ലാഹുവേ നിനക്കിഷ്ടപ്പെട്ട ഒരാൾ എനിക്ക് തരണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾ സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബ് തങ്ങളായിരുന്നു. ഇസ്ലാമിലേക്ക് വന്നതിന്റെ ഗുണവും കണ്ടു. വന്നു കയറിയിട്ട് ചോദിച്ചു, നബിയെ ഇത് സത്യമതല്ലേ? ആണ്. ഇത് വീട്ടിന്റെ ഉള്ളിൽ പറയാനുള്ളതാ, പുറത്തിറങ്ങി വിളിച്ചു പറയണം, ഞാൻ ഇറങ്ങാം. ആദ്യമായി ഇസ്ലാമിൽ പ്രകടനം നടത്തിയ ആൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അന്ന് വരെ അത്രയും ധൈര്യമുള്ള ഒരു സ്വഹാബിയെ കിട്ടിയില്ല. അപ്പോഴാണ് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കിട്ടിയ നേതാവ്. അപ്പുറത്ത് ശത്രുപാളയത്തിലെ നേതാവായിരുന്നു. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദിശണ എത്ര വലുതാ! അള്ളാന്റെ ഹബീബിന്റെ ദിശണ എത്ര വലുതാന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ദുആരക്കും ഒരു എതിരാളിയായ നേതാവ് അങ്ങ് നശിച്ചുപോട്ടേന്നാണ്. അള്ളാന്റെ ഹബീബിന്റെ ദുആ എന്താ? അയാൾ നമ്മുടെ നേതാവായി വരട്ടേന്നാണ്. അതുകൊണ്ട് എന്താ ഗുണം? അപ്പുറത്തെ നേതാവ് നഷ്ടപ്പെടുകയും ചെയ്യും, ഇപ്പുറത്തെ നേതൃത്വം ശക്തിപ്പെടുകയും ചെയ്യും. അവിടുത്തെ ആളങ്ങ് മരിച്ചുപോയാൽ ഇവിടെ ഒരു നേതാവിനെ കിട്ടൂലല്ലോ. സഹതാപ വോട്ട് ചിലപ്പോൾ അവിടെ കിട്ടുകയും ചെയ്യുമല്ലോ. അതേ സമയത്ത് അയാൾ നമ്മുടെ നേതാവായി മാറിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രസ്ഥാനം ശക്തിപ്പെടും, മറ്റേ പ്രസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യും. എത്ര വലിയ ദിശണയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആധുനിക രാഷ്ട്രീയ അമരത്തിരിക്കുന്നവർ ചിന്തിക്കട്ടെ. കശാപ്പുകൾ ചെയ്യണമെന്ന വിചാരങ്ങളിൽ നിന്ന് നീതിനിഷ്ഠയുള്ള ജീവിത വഴികളിലേക്ക് വരട്ടെ. അതിനുവേണ്ടിയുള്ള പ്രഖ്യാപനമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണം. അവസാനം ഇയാൾ അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് വന്ന് അപ്പൊ കലിമയൊന്നും ചൊല്ലിയില്ല. ഒരു അമുസ്ലിമായ ആളാ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇയാൾക്ക് കുറെ ധാരണകളുണ്ട്. ഇവിടെ വലിയ കൊട്ടാരമൊക്കെ വെച്ച് വെപ്പാട്ടുകളെയൊക്കെ വെച്ച് വാഴുന്ന ഒരു ഭരണാധികാരിയാന്ന് ആരോ പറഞ്ഞു കൊടുത്തേക്കണം. അപ്പൊ ഇതൊന്ന് തിരുത്തണല്ലോ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, സുഹൃത്തെ ഞാൻ വീട്ടിലേക്ക് പോവാ, നിങ്ങൾ വരുന്നോ? എന്നാ ഞാനും വരാം, കൂടെ കൂടി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ആലോചിച്ചു, സംഗതി ഇയാള് കൊല്ലാൻ വന്ന ആളാ. അള്ളാന്റെ ഹബീബ് ആദ്യം നല്ലപോലെ സ്വീകരിച്ചപ്പോഴൊക്കെ നേരെ നിൽക്കുക, വഴിയിൽ വെച്ച് വല്ല മെടയും കാണിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമായി പോകും, അതുകൊണ്ട് ഞാനും കൂടെ കൂടാം. ഉമർ റളിയല്ലാഹു അൻഹു കൂടെ കൂടി. അങ്ങനെ പോകുമ്പോൾ ഒരു പ്രായമുള്ളൊരു തള്ള വിളിക്കുന്നു, അള്ളാന്റെ ഹബീബെ എനിക്കൊരു ചെറിയ ആവശ്യമുണ്ട്. വല്യമ്മമാർക്കുള്ള ആവശ്യം എന്തായിരിക്കും? ചിലപ്പോ ഒരു മുറുക്കാന്റെ പൈസ ആയിരിക്കും, അല്ലെങ്കിൽ പെരുന്നാളൊക്കെ വരികയാണ് ഒരു തട്ടോ ഒരു കൈലിയോ ആയിരിക്കും.
അപ്പൊ വല്യമ്മമാരുടെ പ്രമേയം അത്രയേ ഉള്ളൂ. അല്ലാതെ ജനീവയിൽ എന്ത് നടക്കുന്നു എന്നൊന്നും വല്യമ്മ വിളിച്ചു പറയൂല. സിറിയയിൽ എന്താ സംഭവിക്കാൻ പോണത് അത് വല്യമ്മാന്റെ പ്രമേയമല്ല. അപ്പോൾ ഈ വലിയുമ്മ വിളിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ സഹോദര, അവിടെ ഒന്ന് ഒരു മിനിറ്റ് നിൽക്കണേ. ആ പ്രായമുള്ള ഉമ്മാക്ക് എന്തോ ഒരാവശ്യമുണ്ട്, ഞാനൊന്ന് പരിഹരിച്ചിട്ട് വരട്ടെ. സയ്യിദുൽ ഖൈലിന്റെ മൈൻഡങ്ങ് മാറി. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ മുറ്റത്ത് ഇവരെ നിർത്തിയിട്ട് അകത്തേക്ക് ആദ്യം കടക്കുകയാണ്. അന്ന് വീട്ടിൽ 2 തടുക്കേ ഉള്ളൂ, 2 തടുക്കേ ഉള്ളൂ. കസേരയുള്ള യുഗമല്ല, സെറ്റിയുള്ള യുഗമല്ല, വീൽ ചെയറുള്ള യുഗമല്ല, അങ്ങനത്തെ യുഗമൊന്നുമല്ല. തടുക്കാണെന്നിരിക്കാൻ പനയുടെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കൊച്ചു പായ. മുമ്പൊക്കെ നമ്മുടെ കേരളത്തിൽ തഴപ്പായ കൊണ്ടുണ്ടാക്കിയ കൊച്ചു തടുക്കുകൾ ഉണ്ടായിരുന്നു പാവപ്പെട്ട വീടുകളിൽ. ഞാൻ എന്റെ നാട്ടിലെ ചെറിയ ഗ്രാമത്തിലെ വീട്ടിലൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവിടെയൊക്കെ കസേരയായിപ്പോയി. അപ്പോൾ ചെറിയ തടുക്ക്, ആ തടുക്ക് 2 എണ്ണമേ അന്ന് വീട്ടിലുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് കടന്നു. ആയിഷ ബീവിയോട് പറഞ്ഞു, മോളെ അകത്തേക്ക് നിൽക്കാൻ. വരുന്ന അതിഥികളെ മുഴുവനും കൈകൊടുത്ത് സ്വീകരിക്കാനുള്ളതല്ല ഭാര്യ. വരുന്നവന്മാരെ മുഴുവനും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കാനുള്ള ഭാര്യയല്ല ഇസ്ലാമിക പ്രത്യയ ശാസ്ത്രത്തിൽ. അതിന്റെ മനഃശാസ്ത്ര സാമൂഹിക ശാസ്ത്ര ഘട്ടങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പൊ ചുരുക്കി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തു കടന്നിട്ട് മർഹബൻ ബിക്, വരിക, മംഗളം, സ്വാഗതം, വരൂ. വന്നു. വന്ന അതിഥിയെ ഇരുത്തി ഒരു വിരിപ്പിൽ, ഒരു തടുക്കിൽ ഇരുത്തി. അടുത്ത തടുക്കിൽ ഉമർ ബിൻ ഖത്താബിനോട് പറഞ്ഞു ഇരിക്കാൻ. കാരണം എന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിഥിയെ ആദരിക്കണം. അതാണ് ഇസ്ലാമിന്റെ പ്രമേയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുത്തി. ഹബീബ് വീട്ടുകാരനാണ്, അവിടെ നിന്നു. ഇരിക്കാൻ അതിഥികളോട് പറഞ്ഞു. അന്ന് 2 തടുക്കേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ ഇയാൾ ആലോചിക്കുക, ഈ പ്രവാചകനെ കൊല്ലാനാണോ ഞാൻ ഇറങ്ങിയത്? എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, തെറ്റിപ്പോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സയ്യിദുൽ ഖൈൽ എന്നറിയപ്പെട്ടിരുന്ന ആൾ സയ്യിദ് എന്ന പേരുള്ള സ്വഹാബിയായി റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാം, ഹലോ മിസ്റ്റർ ഉമർ ബിൻ ഖത്താബ്, ആ സയ്യിദ് വരുന്നുണ്ട്, വാതൊക്കെ നിങ്ങൾ ശരിയാക്കിയേ. അതല്ല അല്ലാഹുവിന്റെ ഹബീബിന്റെ നയം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഓർഡർ ഇടാനുള്ള ആജ്ഞാശക്തിയുണ്ട്, സ്വീകരിക്കാനുള്ള യോദ്ധാക്കളുണ്ട്. പക്ഷേ ഹബീബ് അത് ചെയ്തിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫല്ലൻ ഖലീലൻ ലം യകുൻ ബല്ലൈന ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ കൂടുതലുള്ള ഘടകം അവരുടെ മേന്മയുള്ള സ്വഭാവമാണ്. പിന്നീട് സ്വർഗത്തിൽ കടക്കാനുള്ള വഴി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ യളമനു ലീ ലിമാ ബൈന ലിഹ്യൈഹി വരിജ്ലൈഹി അളമനു ലഹു ബിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, 2 ദാടിയെല്ലിന്റെയും 2 തുടയെല്ലിന്റെയും ഇടയിലുള്ള ഭാഗം, അതിൽ എനിക്ക് നീ ഗ്യാരണ്ടി തരാമോ? എന്നാൽ നിനക്ക് സ്വർഗം ഞാൻ ഗ്യാരണ്ടി തരാം. 2 തുടയുടെ ഇടയിലുള്ള നിന്റെ രഹസ്യഭാഗം കൊണ്ട് തെറ്റു ചെയ്യില്ലെന്നും, ആ ഭാഗം നിന്റെ ഗോപ്യമായ ഭാഗം കൊണ്ട് നീ അരുതായ്മയിലേക്ക് പോകില്ലെന്നും, 2 ദാടിയെല്ലിന്റെ ഇടയിലുള്ള നിന്റെ നാവുണ്ടല്ലോ, അതുകൊണ്ട് നീ തെറ്റു ചെയ്യില്ലെന്നും ഗ്യാരണ്ടി തരാമോ? സ്വർഗം എഴുതി ഒപ്പിട്ടു തരാം. സുഹൃത്തെ, എത്ര നല്ല പ്രയോഗമാണിത്. ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ അരുതായ്മ ഈ 2 പഞ്ചായത്തിന്റെ കുഴപ്പമാണ്. ഒന്ന് നാവ് പഞ്ചായത്തിന്റെയും ഒന്ന് ഔറത്ത് പഞ്ചായത്തിന്റെയും പ്രശ്നമാണ്. ഈ 2 പഞ്ചായത്തുകളല്ലേ ലോകത്ത് മുഴുവനും പ്രശ്നമുണ്ടാക്കുന്നത്. അതിന് 2ഉം അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇത് 2ലും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാമോ? നാവുകൊണ്ട് ഗീബത്തും നമീമത്തും കളവും ഫിത്നയും ഫസാദും ഒന്നും പറയില്ല.
ഗുഹ്യഭാഗം കൊണ്ട് തെറ്റു ചെയ്യില്ല. ഇത് രണ്ടും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാമെങ്കിൽ അദ്മനു ലഹു ബിൽ ജന്ന, സ്വർഗം നിങ്ങൾക്ക് എഴുതിത്തരാം, ഗ്യാരണ്ടി തരാം. എനിക്കും നിങ്ങൾക്കും ഇതിലേറെ വലിയ ഉപദേശം എവിടെ നിന്ന് കിട്ടാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം എത്ര ആഴമുള്ളതാണ്. അപ്പോഴെന്റെ പ്രിയപ്പെട്ട സഹോദരി, സ്വർഗത്തിലേക്കുള്ള വഴി ഇതിലെയാണ്. വഴി മാറിപ്പോകല്ലേ മോളെ. നാവുകൊണ്ട് വൃത്തികേട് പറയാത്ത വഴിയാണ്. രഹസ്യഭാഗങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്ന വഴിയാണ്. സ്വകാര്യ ജീവിതം ചിട്ടയോടെ പാലിക്കുന്ന വഴിയാണ്. മറ്റുള്ളവരെ കുറിച്ച് പുരാതിയും പരാതിയും പറയാത്ത വഴിയാണ്. ഈ രീതിയിലേക്ക് വരണേ മോളെ. പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവിന്റെ വാക്കുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്വർഗത്തിന്റെ ഉടമയായ പടച്ചവന്റെ ഖുർആനാണ് ഞാൻ ഓതിയത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് ആരെന്നറിയുമോ? അത് ഞാനാണ്. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി എഴുതുന്ന നല്ലൊരു കവിതയുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് സമയം പോലെ തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇടക്ക് വെച്ചൊന്ന് പറയട്ടെ. അബ്വാബുഹാ ഹഖ്ഖുൻ തമാനിയത്തുൻ അതത് ഫിന്നസ്സി വഹിയ ലിസ്വാഹിബിൽ ഇഹ്സാനി. സ്വർഗത്തിന് 8 വാതിലുകളാണുള്ളത്. ഓരോ വാതിലും നന്മയുടെ ആളുകളാണ് കടക്കുന്നത്. ബാബുൽ ജിഹാദി വദാക അലാഹാ വബാബുസ് സൗമി യുദ്അൽ ബാബു ബിർറയ്യാനി. ഒന്ന് ധർമ്മസമരത്തിന്റെ വഴിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നവർക്കുള്ള കവാടമാണ്. അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത ബദരീങ്ങൾക്കുള്ള വഴിയാണ്. മഹാന്മാരായ സ്വഹാബികൾക്കുള്ള വഴിയാണ്. വദാക അലാഹാ, അതാണ് ഏറ്റവും ഉന്നതമായ കവാടം. വബാബുസ് സൗമി, പിന്നീടുള്ള രണ്ടാമത്തെ കവാടം നോമ്പുകാർക്കുള്ള കവാടമാണ്. യുദ്അൽ ബാബു ബിർറയ്യാനി. ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. വലികുല്ലി സഅയ്യിൻ സാലിഹിൻ ബാബുൻ വറബ്ബുസ് സഅയ്യി മിൻഹു ദാഖിലുൻ ബിഅമാനി. എല്ലാ സൽക്കർമ്മങ്ങൾക്കും സ്വർഗത്തിൽ ഓരോ കവാടമുണ്ട്. കണ്ടില്ലേ പൊതുമരാമത്തിന്റെ കൗണ്ടർ, അപ്പുറത്ത് കണ്ടില്ലേ സാമൂഹ്യക്ഷേമത്തിന്റെ കൗണ്ടർ, ഇപ്പുറത്ത് കണ്ടില്ലേ കൃഷിയും അനുബന്ധ മേഖലയുടെയും കൗണ്ടർ. ഇതുപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിനുണ്ട് കവാടങ്ങൾ. ഒന്ന് റയ്യാനാണ്, ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തിയവർക്കാണ്. അതുപോലെ ഓരോന്നിനും ഓരോ വഴിയുണ്ട്. വറബ്ബുസ് സഅയ്യി മിൻഹു ദാഖിലുൻ ബിഅമാനി. അതാത് കർമ്മങ്ങൾ ചെയ്ത ആളുകളാണ് അതുവഴി കടന്നു പോകുന്നത്. വലസൗഫ യുദ്അൽ മർഉ മിൻ അബ്വാബിഹാ ജമഅൻ ഇദാ വഫാ ജലൽ ഈമാനി. വലസൗഫ യുദ്അൽ മർഉ മിൻ അബ്വാബിഹാ. ഓരോ കർമ്മങ്ങൾക്കും ഓരോ വഴിയാണെങ്കിലും ചിലപ്പോ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടുന്ന ആളുകളുണ്ടാകും. നിസ്കാരത്തിന്റെ കവാടത്തിൽ നിന്ന് വരൂ ഇങ്ങോട്ട്, നോമ്പിന്റെ കവാടത്തിൽ നിന്ന് വിളിക്കുന്നു ഇങ്ങോട്ട് വരൂ, സകാത്തിന്റെ കവാടത്തിൽ നിന്ന് വിളിക്കുന്നു ഇങ്ങോട്ട് വരൂ. അങ്ങനെ എല്ലാ കവാടത്തിൽ നിന്നും വിളിക്കപ്പെടുന്നവരുണ്ടാകും. അതാ അങ്ങനെ വിളിക്കപ്പെടുന്ന ആളുകൾ മിൻഹും അബൂബക്കറിൻ ഹുവസ് സിദ്ദീഖു ഖലീഫത്തുൽ മബ്ഊസ് ബിൽ ഖുർആനി. അവരുടെ നേതാവാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്നും ഒരുപോലെ വിളിക്കുകയാണ്, സിദ്ദീഖുൽ അക്ബറേ വരൂ വരൂ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വിളിക്കപ്പെടുന്ന എല്ലാ കവാടത്തിൽ നിന്നും ഒരുപോലെ വിളിക്കപ്പെടുന്ന നേതാവാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ കവാടത്തിൽ നിന്നും വിളിക്കപ്പെടും. വസീഖല്ലദീന തഖൂ റബ്ബഹും മിനൽ ജന്നത്തി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്ന് മലക്കുകൾ ഇങ്ങനെ വിളിക്കും, വരൂ 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 വരൂ. അങ്ങനെ സൽക്കർമ്മികളെ മുഴുവനും വിളിക്കുന്നതാണ്.
അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതാ കണ്ടില്ലേ നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ വാതിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഇതുപോലെ അടുത്തടുത്ത വാതിലുകളാണെന്ന് മനസ്സിലാക്കി പോയോ? വേണ്ട. 70 ആമൻ ബൈന കുല്ലി ഇത്നൈനി മിൻഹാ ഖുദ്ദിറത് ബിൽ അദ്ദി വൽ ഹുസ്ബാനി. 70 വർഷത്തിന്റെ അകലമാണ് ഓരോ കവാടത്തിന്റെയും ഇടയിൽ. സ്വർഗം പറയുമ്പോഴെത്ര രസമാണ്, എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമാണ്. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ കടത്തിത്തരണം റഹ്മാനേ. സ്വർഗം മാത്രം ഇങ്ങനെ 10 ദിവസം 20 ദിവസം എന്ന് പറഞ്ഞാൽ തീരൂല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വർഗം ഇതിലേനേ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗം എന്താണെന്ന് പറയാൻ ഇപ്രാവശ്യം നമ്മൾ തുനിയുന്നില്ല. അതിന്റെ വാതിലുകൾ, അതിന്റെ മേന്മകൾ, അതിലേക്ക് വരുന്നവർ, അതിന്റെ രീതികൾ, അതിന്റെ ഭാവങ്ങൾ, അതിലെ പാനീയങ്ങൾ, അതിലെ അരുവികൾ, അതിലെ നദികൾ, അതിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ എല്ലാം പറഞ്ഞാൽ തീരുമോ? അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ അത്ര വലുതാണ്, വ്യാപ്തമാണ്. ആ സ്വർഗത്തിലേക്ക് പോണോ പെങ്ങളെ? എന്നാ സ്വർഗത്തിൽ പോണ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യണേ മോളെ, ചെയ്യണേ ജ്യേഷ്ഠ. വരട്ടെ, നിങ്ങൾ നിങ്ങളുടെ 2 ഭാഗങ്ങളെ സൂക്ഷിച്ചാൽ ഒരാൾ അയാളുടെ ഗുഹ്യഭാഗവും അയാളുടെ നാവും എനിക്ക് തെറ്റു ചെയ്യില്ലെന്ന് ഗ്യാരണ്ടി എഴുതി തന്നാൽ, ഇന്നലെ ഒരാൾ വിളിക്കുന്നു, അയൽവാസിയുടെ ഭാര്യയെ അപമര്യാദയായി പെരുമാറിയതിന്റെ ഒരു വിഷയമാണ്. അതാ വൈകുന്നേരം വേറൊരാൾ വിളിക്കുന്നു, എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ, അയാൾ പോലീസ് സ്റ്റേഷനിലാണ്. കാരണം അസമയത്തൊരു പെണ്ണ് ഫോൺ ചെയ്തപ്പോ സദാചാര പോലീസ് പിടിച്ചുകൊണ്ട് കൊടുത്തതാണ്. നഊദു ബില്ലാഹ്, ഞങ്ങളെ മുഴുവനും തെറ്റുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണം റഹ്മാനെ. വന്നുപോയ അരുതായ്മകൾ ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ ഞങ്ങൾക്ക് പുറത്തു തരണം മന്നാനെ. മുഅ്മിനീങ്ങളെ, അങ്ങനെയല്ലേ മനുഷ്യന്മാർ അബദ്ധസഞ്ചാരികളായി പോകുന്ന 2 പോയിന്റുകളാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള കർമ്മങ്ങൾ ഇനിയും വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ 40 കാര്യങ്ങളിൽ ഏകദേശം 12 നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളൂ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയത്തുൽ കുർസി, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ യമൂത്ത്. എല്ലാ നിസ്കാരത്തിനു ശേഷവും അവിടുന്ന് ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വഹീഹായ ഹദീസിലാണ്, നിസ്കാരത്തിനു ശേഷം, എല്ലാ നിസ്കാരത്തിനു ശേഷവും ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിൽ കടക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ കടക്കുന്നതിനൊരു തടസ്സവുമില്ല. ഇല്ലാ യമൂത്ത്, മരിച്ചാ മാത്രം മതി. എന്തൊരു വലിയ ഓഫറാണ്! ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി സ്വർഗത്തിലേക്ക് പോകാൻ. നമുക്കിതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൂടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ ഭാരമുള്ളതൊന്നുമല്ല. സലാം വീട്ടിയ ഉടനെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി പതിവായി പാരായണം ചെയ്യണം. അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. ഈ റമളാനിന്റെ സമ്മാനമായി നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരട്ടെ. എന്റെ ഉമ്മമാരോട്, സഹോദരിമാരോട് പറയാണ്, നമ്മുടെ ഈ റമളാൻ പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാകും. അതിൽ ഒരു ആയത്തുൽ കുർസി നിസ്കാരം കഴിഞ്ഞ മുസല്ലയിലിരുന്ന് കൃത്യമായി ഒന്ന് പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുന്നതിന് തടസ്സമില്ല. ഇല്ലാ യമൂത്ത്, മരണപ്പെടുകയല്ലാതെ. മരിച്ചാൽ മതി സ്വർഗ്ഗത്തിലേക്കാണ്. ഇതെല്ലാം ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. സദസ്സനോട് ക്ഷമിക്കണം, ഞാൻ എണ്ണിപ്പോയി ഈ ലിസ്റ്റ് പറഞ്ഞങ്ങ് പോകുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഖാല ലി ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഓ ബിലാലേ, ഹദ്ദിസ്നി ബിഅർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം ഫഇന്നി സമിഅതു ദുഫൻ അലൈക ബൈന യദൈ ഫിൽ ജന്ന ബൈന യദയ്യ ഫിൽ ജന്ന. അല്ലയോ ബിലാലേ, നിങ്ങൾ ഇസ്ലാമിൽ ചെയ്ത ഏറ്റവും നല്ല കർമ്മം ഏതാണ്? സ്വർഗത്തിൽ ചെല്ലുമ്പോ നിങ്ങളുടെ ചെരുപ്പടിയാണല്ലോ മുന്നിൽ കാണുന്നത്.
നിങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ വിലസുന്നതാണല്ലോ ഞാൻ അറിയുന്നത്. എന്താ ബിലാലെ നിങ്ങൾ ചെയ്ത പുണ്യകർമ്മം? ആരാ ചോദിക്കുന്നത്? സ്വർഗ ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവ് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കല്ല, അല്ലയോ പ്രിയപ്പെട്ട ബിലാൽ, നിങ്ങൾ ഇസ്ലാമിൽ ചെയ്ത ഏറ്റവും പ്രതീക്ഷാർഹമായ കർമ്മം ഏതാണ്? നിങ്ങളുടെ കാൽപ്പാടുകൾ ഞാൻ സ്വർഗത്തിൽ അറിയുന്നുണ്ടല്ലോ. അപ്പോഴാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഞാൻ എപ്പോൾ വുളു എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട് നബിയേ. എപ്പോ വുളു എടുത്താലും ഞാൻ നിസ്കരിക്കാറുണ്ട്, എപ്പോ വുളു മുറിഞ്ഞാലും ഞാൻ വുളു എടുക്കാറുമുണ്ട്. എപ്പോൾ വുളു മുറിഞ്ഞാലും വുളു എടുക്കും, എപ്പോ വുളു എടുത്താലും ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. അതായിരിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വുളു മുറിയുന്ന സ്ഥലത്തൊക്കെ മിക്കവാറും നമുക്ക് ബാത്റൂമിലും ടോയ്ലറ്റിലും ഒക്കെ പോയാൽ വുളു എടുക്കാനുള്ള സംവിധാനവും അതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഹദീസിൽ കാണാം, വുളുഇന്റെ മേൽ പതിവാകാൻ ഒരു വിശ്വാസിക്കേ കഴിയും. എപ്പോഴും വുളു പരിപാലിച്ച് നടക്കാൻ ഒരു വിശ്വാസിക്കേ കഴിയും. ഒരു വിശ്വാസിയുടെ ഗുണമാണ്. അപ്പോ നമ്മളൊക്കെ വിചാരിച്ചാൽ കുറെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. രാവിലെ കുളിച്ച് ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം വുളു കരുതിയാൽ മതി. പിന്നീട് നമ്മൾ ളുഹറിന് പോകുമ്പോൾ ആ വുളു നമ്മൾ പാലിച്ചാൽ മതി. അങ്ങനെ വുളു സംരക്ഷിച്ചാൽ അത് വലിയ ഒരു അമലാണ്. വുളുഓടുകൂടി മരിച്ചാലുള്ള പ്രതിഫലം അത് വലിയ പ്രതിഫലമാണ്. അപ്പൊ അതുകൊണ്ട് വുളു പാലിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറയാ, വലിയ അമലും തഹജ്ജുദും അങ്ങനെയുള്ള വലിയ കർമ്മങ്ങളല്ല ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്. എപ്പോ വുളു മുറിഞ്ഞാലും ഞാൻ വുളു എടുക്കും, എപ്പോ വുളു എടുത്താലും ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന പല സാദാത്തുക്കളുടെയും ഉസ്താദുമാരുടെയും പതിവ് അങ്ങനെയാണ്. അവരുടെയൊക്കെ ജീവിതം പഠിച്ചു നോക്കിയാൽ നമുക്ക് നേതൃത്വം നൽകുന്ന വലിയ വലിയ ഉസ്താദുമാർ 90ഉം അതിലേറെയും ഒക്കെ പ്രായം കഴിഞ്ഞ പ്രായമുള്ള ഉസ്താദുമാരും സാദാത്തുക്കളും അവരുടെ ജീവിത രീതി പഠിച്ചാൽ അറിയാം. അവർ എപ്പോൾ വുളു എടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന പതിവുള്ളവർ, ദായിമായി വുളു പാലിക്കുന്നവർ, അവരാണ് നമ്മുടെ ഉസ്താദുമാർ. ചിലപ്പോൾ നമ്മൾ അവർ കാറിലും വലിയ വലിയ സമ്മേളനത്തിലും ഒക്കെ കണ്ടാലും അവരുടെ സ്വകാര്യ ജീവിതം പഠിച്ചാൽ അതിൽ അതൊക്കെ സൂക്ഷിക്കുന്നവരാണ്. അള്ളാഹു നമുക്കും അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, പിന്നീട് നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന അമലേതാണ്? മൻ സഅലൽ ജന്നത സലാസൻ വത്തജാറ മിനൻ നാരി സലാസ. ആരെങ്കിലും ഒരാൾ 3 പ്രാവശ്യം അല്ലാഹുവോട് സ്വർഗം തേടുകയും 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ തേടുകയും ചെയ്താൽ അവന് സ്വർഗമുണ്ട്. അല്ലാഹുമ്മ അജ്ർഹു മിനൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ അല്ലാഹുവോട് സ്വർഗം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും നരകത്തിൽ നിന്ന് കാവൽ തേടുകയും വേണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ-ഇക്താറു മിൻ ഖിറാഅത്തി ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അധികം ഓതലാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. സമയത്ത് അബൂ ഹുറൈറ യഖൂലു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. ഫസമിഅ റജുലൻ യഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതാ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുമ്പോൾ ഒരാൾ ഖുൽ ഹുവല്ലാഹു ഓതുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത് വജബത് വജബത്, അയാൾക്ക് നിർബന്ധമായി, അയാൾക്ക് നിർബന്ധമായി. ഫസഅൽതുഹു, അപ്പൊ ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, മാതാ, എന്താണ് നബി അയാൾക്ക് നിർബന്ധമായത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ജന്ന, സ്വർഗം അയാൾക്ക് നിർബന്ധമായി. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് നന്നായി പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അമലുകൾ കൊണ്ടുവരാനും അത് ദായിമാക്കാനും സൽക്കർമ്മങ്ങളിലായി ജീവിച്ച് സൽക്കർമ്മികളുടെ കൂട്ടത്തിൽ എത്തിച്ചേരാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിനൂരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും കാണാം ഒരുപാട് അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നു. അദ്ദിക്റു ബഅദൽ വുദൂ, വുദൂഇന് ശേഷമുള്ള ദുആ. ഒരാൾ ദുആ എന്നാൽ ഫുത്തിഹത്തു ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെട്ടു. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, ഇഷ്ടമുള്ളിടത്തുകൂടി കടക്കാം. ഇതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറയുന്നു.
ഒന്നുകൂടി പറഞ്ഞ് തൽക്കാലം ഞാൻ ഈ ഭാഗത്തു നിന്ന് മാറാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാളുടെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ്. അല്ലാഹുവിലേക്ക് ചേരാൻ ആശ വേണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ കർമ്മങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗത്തിലേക്കുള്ള വഴി ഗാനലീലകളല്ല, സിനിമാ ലോകമല്ല, മറ്റേതെങ്കിലും ചിത്രീകരണങ്ങളല്ല. സ്വർഗത്തിൽ പോകാനുള്ള വഴി സ്വർഗം തുറക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നില്ലേ? അല്ലാതെ നീ ഞാൻ ആദ്യം ചൊല്ലിയ കവിതയെ പോലെയാകരുത്. For heaven we shall never fight. What shall we do with paradise? സ്വർഗത്തിന് വേണ്ടി ഞാൻ ആരോടും പോരാടാനൊന്നുമില്ല. സ്വർഗം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? It is but a garden wide where nymphs and angels strut in pride. Talent starved are folks in heaven, no radio songs, no poetic sessions. Where shall we our ghazals recite? What shall we do with paradise? അവിടെ ഗാനങ്ങളില്ല, മാംഗോ റേഡിയോ ഇല്ല, മറ്റേതെങ്കിലും യന്ത്രങ്ങളില്ല, സിനിമകളില്ല, സീരിയലുകളില്ല. അതുകൊണ്ട് സ്വർഗം വേണ്ടാന്ന് വെക്കല്ലേ മോളെ. സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഗേഹമാണ്. മാല ഐനു റഅത്, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല. വല ഉദ്നു സമിഅത്, ഒരു കാതും അത് കേട്ടിട്ടില്ല. വല ഖാതറ അലാ ഖൽബിൽ ബശർ, മനുഷ്യന്റെ സങ്കല്പത്തിൽ അത് എത്തുകയില്ല. അങ്ങനെയുള്ള വീടാണ് സ്വർഗം. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ദുനിയാവിൽ വെച്ചു തന്നെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ മഹാന്മാരുണ്ട്, മഹദികളുണ്ട്. ആ മഹാന്മാരാരാണ്? ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. ഈ നാലുപേര് സ്വർഗം കൊണ്ട് ഓഫർ ലഭിച്ച മഹാന്മാരാണ്. തീർന്നില്ല, പിന്നെയും കാണാം. സഅദിൻ സഈദിൻ സുബൈറിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിൻ ഔഫ് നാശിരിൽ കറമി. ഈ 10 മഹാന്മാരും ദുനിയാവിൽ വെച്ച് സ്വർഗം കിട്ടിയവരാണ്. 10 മഹാന്മാര് സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് കിട്ടിയവരാണ്. 10 പേര് മാത്രമല്ല ഉള്ളത്. അൽ മുബശ്ശറൂന ബിൽ ജന്ന എന്നൊരു ഗ്രന്ഥമുണ്ട്. നിസാഉം മുബശ്ശറാത്തും ബിൽ ജന്ന എന്നൊരു ഗ്രന്ഥമുണ്ട്. സ്ത്രീകളിൽ നിന്ന് സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിക്കപ്പെട്ട മഹദികളുണ്ട്. ഒന്നാമത്തെ ആളാരാണ്? ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, നബിയെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, നബിയെ, ഖദീജ ബീവിയോട് പറയണേ, സലാം, അല്ലാഹുവിൽ നിന്നുള്ള സലാം അറിയിക്കണം. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന, അതാ സ്വർഗത്തിൽ ഒരു വീട് ഖദീജ ബീവിക്കുണ്ടെന്ന് പറഞ്ഞേക്കണേ നബിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മോളെ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ വനിതകളുടെ ലീഡറാകാൻ ആഗ്രഹമുണ്ടോ മോളെ? അതാ സ്വർഗീയ വനിതകളുടെ നേതാവാക്കി തന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗീയ വനിതകളുടെ നേതാവായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ തെരുവിൽ ഓടാൻ നടന്ന പെണ്ണല്ല, പഞ്ചായത്തിൽ മത്സരിക്കാൻ നടന്ന പെണ്ണല്ല, പാർലമെന്റിൽ മുദ്രാവാക്യം വിളിക്കാൻ നടന്ന പെണ്ണല്ല, സെക്രട്ടേറിയറ്റ് പഠിക്കൽ അടുപ്പുകൂട്ടിയ പെണ്ണല്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവിടുന്ന് ജീവിച്ചവരാണ്. പർദയിട്ടിട്ട് അടുപ്പ് കൂട്ടിയത് കൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ല. പർദയിട്ട് സമരത്തിനിറങ്ങിയത് കൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ല. തെരുവിൽ മുദ്രാവാക്യം വിളിച്ച പെണ്ണല്ല. ഒരു മന്ത്രിപദം പോലും അല്ലാഹുവിന്റെ ഹബീബ് ഓഫർ ചെയ്തിട്ടില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഏതു കാലത്തും തുറന്നു പറയുന്നതിൽ ആരെ ഭയക്കണം? സത്യമല്ലേ ഇസ്ലാം പറയുന്നത്? സംവരണം കിട്ടിയത് കൊണ്ട് സ്ത്രീ പീഡനം കുറഞ്ഞതോ കൂടിയതോ വിലയിരുത്താൻ എന്തുകൊണ്ട് ബുദ്ധിയുള്ളവർ ഇറങ്ങുന്നില്ല? സംവരണങ്ങൾ പാർലമെന്റ് മുതൽ പഞ്ചായത്ത് മുതൽ എല്ലായിടത്തും ഇനി വേണമെങ്കിൽ പള്ളി കമ്മിറ്റിയിലും വരാനിടയുണ്ട്. അങ്ങനെ വന്നതുകൊണ്ട് സ്ത്രീ പീഡനം കുറയുമോ? കൂടുകയല്ലേ ചെയ്തത്? വിലയിരുത്താൻ ആളുകളില്ലേ?
ആഭ്യന്തരം ഭദ്രമാകണം, അതാണ് സ്ത്രീയുടെ ഡ്യൂട്ടി. വിദേശകാര്യം സുഭദ്രമാകണം, അതാണ് പുരുഷന്റെ ഡ്യൂട്ടി. രാജ്യം മുഴുവനും ക്ഷേമത്തിലാകണം, രണ്ടു കക്ഷിയും ധാരണയിലാകണം. ഇതല്ലേ ഇസ്ലാമിക വ്യവസ്ഥിതിയുള്ളത്. എന്നാൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് സമാധാനമുണ്ടാകുന്നില്ല. അപ്പൊ ഇന്നലെ രാത്രിയിൽ ഞാനിങ്ങനെ വേൾഡ് ഇസ്ലാമിക് ന്യൂസ് വായിക്കുമ്പോ സൗദി അറേബ്യയിലെ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് 40 സ്ത്രീകളെ നോമിനേറ്റ് ചെയ്ത ന്യൂസ് കാണാൻ കഴിയും. അപ്പോ സൗദി അറേബ്യയുടെ പ്രോഗ്രസ് അല്ലത്, സൗദി അറേബ്യയുടെ ധാർമ്മികമായ അപജയം തുടങ്ങാൻ പോവാ. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിന്റെ കഷ്ണങ്ങളായ 2 നാടുകൾ അവിടെയുണ്ട്. ഹറമുല്ലാഹി വ ഹറമു റസൂലില്ലാഹ്, അല്ലാഹുമ്മ ഹഫ്ളഹുമാ മിൻ കുല്ലി ആഫത്തിൻ. അല്ലാഹു തആല ആ ഹറമുകൾ അതിന്റെ പ്രൗഢി കൂട്ടി നിലനിർത്തുമാറാകട്ടെ. പക്ഷേ സൗദി ഭരണകൂടം എന്ന് പറയുമ്പോൾ ആ മുഴുവൻ പ്രവിശ്യകളുടെയും നടപടികളെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മിലിറ്ററിയിലേക്ക് സ്ത്രീകൾ നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഇടക്കാലത്ത് വലിയ വിവാദമായിരുന്നു, സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കണം എന്ന്. അതൊക്കെ ധാർമ്മികമായ സൗദിയുടെ ചുറ്റുപാടുകളെ കളങ്കപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇത്രയും കാലം സ്ത്രീകൾക്ക് ഏറ്റവും അധികാരമുള്ള നാടാണ് സൗദി അറേബ്യ. സ്ത്രീകള് അത്രയും അധികാരമല്ല. ഒരു സൗദി അറേബ്യയിലൊക്കെ ഒരു പെണ്ണ് ജനിച്ചു എന്നറിഞ്ഞാൽ വാപ്പാക്ക് 2 ഡിഗ്രി നീളം കൂടും. കാരണം എന്താ, നാളെ വാതൊക്കെ വന്ന ആളുകൾ ക്യൂ നിൽക്കും, എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം, മോളെ കെട്ടിച്ചേരുമെന്ന്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലും UAE-യിലും അറബ് രാജ്യങ്ങളിലൊക്കെ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനല്ല സഹായം, പാവപ്പെട്ട ആൺകുട്ടികളുടെ വിവാഹത്തിനാണ് സഹായം. അതാണ് അവിടെയുള്ള രീതി. അപ്പോൾ അതെല്ലാം തകിടം മറിയുകയാണ്. ഏതായാലും ശരി, ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ജനാദയായ ശരീരം പൊതിഞ്ഞിട്ട് അതുപോലും അന്യപുരുഷന്മാരെ കാണാൻ പാടില്ലെന്ന് കണിശത പാലിച്ച മഹദിയാണ് സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. മഹദി അവറുകൾ അതാ കണ്ടില്ലേ, ഉമ്മു സുലൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു, അപ്പോഴതാ ഒരു ചലനം കാണുന്നു. ആരാണെന്ന് നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല, അൽ ഉമൈസാ ബിൻതു മിൽഹാൻ, അനസ് ബിൻ മാലിക് തങ്ങളുടെ ഉമ്മയാണ്. അനസ് ബിൻ മാലിക് തങ്ങളുടെ ഉമ്മ സ്വർഗം കൊണ്ട് ദുനിയാവെന്ന് പാസ് കിട്ടിയ പെണ്ണാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു കറുത്ത വർഗ്ഗക്കാരിയായ പെണ്ണ് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് വേണ്ടി ദുആ ഇറക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്താണ് മോളെ പ്രശ്നം? ഇടക്കിടക്ക് എനിക്കൊരു ബോധക്ഷയവും എനിക്ക് ജന്നി പോലെയുള്ള രോഗമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, മോളെ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്, വലക്കിൽ ജന്ന. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, നഅം, ഞാൻ ക്ഷമിച്ചോളാം നബിയെ, പക്ഷേ എനിക്കങ്ങനെ ബോധക്ഷയം വരുമ്പോ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ തങ്ങൾ ദുആ ഇറക്കണം. രോഗം ഞാൻ ക്ഷമിച്ചു, സ്വർഗം തരാമെന്ന് പറഞ്ഞതുകൊണ്ട്. ഹദീസിൽ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം മുന്നറിയിപ്പ് നൽകി. ആ മഹദി അത് ഏറ്റെടുത്തു, ഇവിടുത്തെ രോഗം മാറ്റിവെച്ചു. ബഹുമാനപ്പെട്ട ഉമ്മു ഹറാം ബിൻത് മിൽഹാൻ, അതാ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലഹൽ ജന്ന, മഹദിക്ക് സ്വർഗമുണ്ട്. അതുപോലെ മഹാനായ കഅബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ നസീബ സ്വർഗം കണ്ട മുന്നറിയിപ്പ് ലഭിക്കപ്പെട്ട മഹദിയാണ്. ഉമ്മു റുമാൻ ബിൻത് ആമിർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഭാര്യ ഉമ്മു റുമാൻ ഇങ്ങനെ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, സ്വർഗത്തിൽ പോണ ഒരു സ്ത്രീയെ കാണണോ? അതാ കണ്ടോ? ഇതുപോലെ എത്ര മഹദികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് നൽകിയ മഹദികളാണ്. അതിൽപ്പെട്ട മറ്റൊരു മഹദിയാണ് ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയ്യ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമ്മിഞ്ഞ നൽകിയ മഹദിയാണ്. റബീഅ റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ട മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. മഹദി അവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടമ്പടി ചെയ്യാൻ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബികളുടെ കൂടെ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതിൽ പങ്കെടുത്ത ആരും നരകത്തിലില്ല, അക്കൂട്ടത്തിൽ ഈ മഹദിയും പെടുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമയമേറെയായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.
ഒരൊറ്റ സംഭവം ബറക്കത്തിന് വേണ്ടി പറയുന്നു. ഞാൻ ഈ വിഷയത്തിനോട് നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സ്വർഗം ഇതിലെ ഈ പറയപ്പെട്ട സൽക്കർമ്മങ്ങളെല്ലാം സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇനിയും നൂറുകണക്കിന് അധ്യായങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ മുഴുവനും സ്വീകരിക്കട്ടെ. എല്ലാ കർമ്മങ്ങളുടെയും ഗരിമയിൽ നിൽക്കുന്ന കർമ്മമാണ്. അതാ ഒരു സ്വഹാബി വരുന്നു, ചോദിക്കുന്നു, നബിയേ മത്തസ്സാ, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാള്? ഒരു സ്വഹാബി വന്ന് ചോദിക്കുക. അപ്പൊ അള്ളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാചകന്റെ ആവശ്യത്തിനനുസരിച്ച് മറുപടി പറയാം. അപ്പൊ അള്ളാൻ റസൂൽ പറഞ്ഞു, മാതാ ആഴത്തലഹ, ഖിയാമത്ത് നാൾ എന്നോ ആയിക്കോട്ടെ, നിങ്ങൾ എന്താ അന്നത്തേക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്? ഇപ്പൊ ഇന്ന് ചില ആളുകൾക്കൊക്കെ അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ എന്നുള്ള പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഹരവാണ്. ഇന്ന് ഖിയാമത്ത് നാളെന്നാ എങ്ങാനും ഞാൻ പ്രസംഗിച്ച ചിലപ്പോ ഞാൻ നല്ല പ്രസംഗകനായി മാറും. പക്ഷേ ഖിയാമത്ത് നാളിലേക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി വെച്ചത്? ഖിയാമത്ത് നാൾ സംബന്ധമായ പരാമർശങ്ങൾ ഹദീസിൽ നിന്നും ആയത്തിൽ നിന്നും കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല. ചിലപ്പോഴൊക്കെ അത്തരം അവതരണങ്ങൾ വഴിമാറി പോകുന്നുണ്ടെന്ന ഭയം അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പൊ അന്ത്യനാൾ എപ്പോഴാണ് എന്നത് നമ്മുടെ പ്രമേയമല്ല. നമ്മുടെ പ്രമേയം അന്ത്യനാളിൽ എങ്ങനെ രക്ഷപ്പെടാമെന്നതാണ്. അതാണ് അല്ലാഹു റസൂൽ ചോദിക്കുന്നത്, മാദാ അഅദത്തലഹ, എന്തുണ്ട് മോനെ കയ്യിൽ? അപ്പാ സ്വഹാബി പറഞ്ഞു, എന്റെ കയ്യിൽ ഒരുപാട് നിസ്കാരവും നോമ്പും ഒന്നുമില്ല നബിയേ, വലകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്, അല്ലാഹുവിനെ റസൂലിനോട് എനിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ അള്ളാനെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് നബിയെ. അത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ, അത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. മഹാനായ സ്വഹാബി എന്ന് പറയുമ്പോൾ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അൽ മർഉ മഅ മൻ അഹബ്ബ ഔ അൻത മഅ മൻ അഹ്ബബ്ത. ഇഷ്ടാണോ എന്നാം ഇഷ്ടമുള്ളവരുടെ കൂടെയാണ് നാളെ ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും നല്ല അമലാണ് അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ട് സ്വലാത്ത് ചൊല്ലൽ. അള്ളാഹു തആല നമ്മെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ.